പൈസ എന്ത് ചെയ്യണം, പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ നികുതി, അതായത് ഇൻകം ടാക്സുകാരുടെ നികുതി അടച്ചതിൻ്റെ, നികുതി എടുത്തതിൻ്റെ രസീത് പോലെയുള്ള എല്ലാ ഡോക്യുമെൻസും കൃത്യമായിട്ട് കയ്യിൽ വാങ്ങണം. ആ ഡോക്യുമെൻറ്റ്സ് കൃത്യമായി കൊണ്ടുപോയി അത് തന്നെ നമ്മൾ സ്വർണ്ണമൊക്കെ ബാങ്കിൻ്റെ ഇതിൽ വെക്കുമെന്ന് പറഞ്ഞതുപോലെ അത് തന്നെ വളരെ ഭദ്രമായിട്ട് എവിടെയെങ്കിലും വെക്കണം. എന്നിട്ട് വേണം ബാക്കി പണം കൊണ്ട്, അതായത് എവിടെ ഈ പൈസ കൊണ്ട് ഇനി ഈ ബാങ്കിലേക്ക് നമ്മൾ അതിൽ 1 കോടി എടുത്ത് ബാങ്കിലിടാൻ ചെല്ലുമ്പോൾ അതിൻ്റെ ഇൻകം ടാക്സ് അവർ ചോദിക്കും. അപ്പോഴാണ് ഇത് ഓൾറെഡി ടാക്സ് കൊടുത്ത പണമാണ് എന്നതിന് തെളിവായിട്ടാണ് ഈ ഇൻകം ടാക്സ് രസീതൊക്കെ കയ്യിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കണം എന്ന് പറഞ്ഞത്. എന്നിട്ട് ഈ പൈസ തൽക്കാലം ബാങ്കിൽ കൊണ്ടുപോയി സേവിങ്സ് അക്കൗണ്ടിൽ ഒരു സെക്യൂരിറ്റിയുടെ സഹായത്തോടു കൂടി വേണം സേവിങ്സ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി ഇടാനായിട്ട്. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ആലോചിക്കുക. അതായത് കുട്ടിയെ മകളെ കെട്ടിക്കയക്കാനുണ്ടോ, മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് പൈസ കരുതണോ, ഇത്തരം നമുക്കൊരു വീട് പണിതിട്ടുണ്ടോ, വീട് പണിയണോ, അങ്ങനെ എന്തെങ്കിലും വായ്പകൾ വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാനുണ്ടോ, കടബാധ്യത തീർക്കാനുണ്ടോ, ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ, അതായത് നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള വരവ് ചെലവുകൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിച്ച് ഏതിനൊക്കെയാണ് ഈ പണം നിക്ഷേപിക്കേണ്ടത്. മുഴുവൻ പൈസയും കൊണ്ട് വലിയൊരു മണിമാളിക പണിയുക, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ബുദ്ധിശൂന്യരാണ് അങ്ങനെ ചെയ്യുക. കൊക്കിൽ ഒതുങ്ങാവുന്നതേ കൊത്താവൂ. കാരണം ഈ പണം നമ്മുടെ ജീവിതകാല അവസാനം വരെ നമ്മളെ സംരക്ഷിക്കാൻ ഒരു മകൻ സംരക്ഷകനായി കൂടെയുള്ളതുപോലെ ഈ പണവും നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന് വിചാരിച്ച് വേണം ആ പണം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്.